ഞങ്ങളെ ഹാഫിള് ജാക്കിർ പലക്കവരേട് ಅದರೊಟ್ಟಿಗೆ ಓದಿದಂಡು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅದರೋಡೆ വിളിച്ചോണ്ടുള്ളു. ഈ വർഷം ബിരുദെടുത്ത വാഫി ചൊല്ലെ ബിരുദെടുത്തറാറ് ഞങ്ങളെ ഇപ്പ നിങ്ങളോട് പലക്കവരത് UG PG മുന്നത്തെ കോഴ്സ് ആയിട്ട് UG അത് ഞങ്ങൾ കൊക്കച്ചാല് വാഫി കോളേജ് ബന്ദിയോട് അവിടെ ആയിട്ടിക്കട്. പിന്നെ PG എടുത്തരെ തിരുവള്ളൂർ വാഫി ക്യാമ്പസ് വടകര അവിടെ ആയിട്ടിക്കര് ഉസ്താദരെ ഇൽമുൽ ബർക്കത്ത് ചെയ്യട്ട് അതരോടെ ക്ഷണിച്ചുകൊണ്ടുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. സദഖല്ലാഹുൽ അളീം. ഏറ്റവും ബഹുമാനപ്പെട്ട GM കുടുംബത്തിലെ ഹിരിയങ്ങ, അതേപോലെ നിന്റെ മുന്നോൽ ദച്ചിട്ടുള്ള കണിക്കത്തെ നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അള്ളാഹുടെ ഒരു വലിയ തൗഫീക്ക് കൊണ്ടിട്ട് ഒരുപാട് വർഷമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഉമ്മ അബ്ബ അനുസ്മരണ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എല്ലാ വർഷത്തിലും നടന്നുകൊണ്ടുണ്ട്. പക്ഷേ ഈ വിനീതനായ എനിക്ക് ഇവിടെ ഈ ഒരു മജ്ലിസിൽ ഭാഗവഹിസവും അവസരം കിട്ടിയത് ഇത് രണ്ടാമത്തെ ടൈമായിട്ട്. അൽഹംദുലില്ലാഹ് പോയ വർഷം സംബന്ധിച്ചിട്ടിന്ന് അതേപോലെ ഈ വർഷം അള്ളാഹു തൗഫീഖ് തന്നിട്ട് ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് മജ്ലിസ് ഇതുപോലത്തെ മജ്ലിസിക്ക് ഭാഗവഹിസുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഈ ഒരു ടൈമിൽ ഇപ്പൊ ഉമ്മ അബ്ബയുടെ വിഷയത്തിലുള്ള കഴിഞ്ഞു പോയ എല്ലാ ഞങ്ങളെ നന്മ ആക്കി കാണിക്കത്തെ ആൾമാർ ഇവിടെ വേദിയിൽ ചെന്നിട്ടു നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധിപ്പിച്ചാർ. ഇനിയും അതിനെ റിപ്പീറ്റ് ആക്കിടെ ഒന്നും റിപ്പീറ്റേഷൻ ഇവിടെ അകത്തില്ല എന്ന് വിചാരിക്കരുത്. റൈറ്റ്, ഓക്കെ. അപ്പൊ ഈ ഒരു ടൈമിലും എനിക്ക് നിങ്ങളെ വന്നിട്ട് ചൊല്ലുകൊല്ല കാര്യം ഒന്ന് ചെണ്ട പറക്കാം. അതായത് ഈ ഇബ്ലീസ് ചൊല്ലൊരാള് ലഅനത്തുല്ലാഹി അലൈഹി എല്ലാ നാളും ഒരു നാല് അവസാനിക്കുമ്പോഴത്തേക്കോ ജാവു ടൈമിലോ അങ്ങനെ മക്കളെല്ലാം വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെക്കലോളാം. അങ്ങനെ മക്കളെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെക്കണം. മീറ്റിംഗ് വെച്ചിട്ട് വലിയ മോണ്ടോട്ട് വിളിച്ച് കേൾക്കട, അല്ല നീ ഓടകല്ല പോയിട്ടാ എന്നുള്ള നീ നല്ല നല്ല പ്രവർത്തനാക്കിട. അപ്പൊ ആ വലിയ ഇബ്ലീസിന്റെ മോൻ ചൊല്ല, ഞാൻ നിന്റെ കല്ലടക്ക ബീസി റോഡ് പേരുന്ന ഭാഗത്തിലുള്ള പോയിട്ട് അവിടെ നിസ്കരിക്കുന്ന ആൾമാർ നല്ല നല്ല പിന്നെ അമലുകൾ ആക്കിയ ആൾമാരെ ഞാൻ സ്വൈപ്പാക്കും കുറെ ട്രൈ ആക്കി അങ്ങനെ കുറെ സ്വൈപ്പാക്കിയാൻ ചൊല്ലാം. ഒന്നാമത്തെ വലിയ മോൻ. റൈറ്റ്. അപ്പൊ ഇബ്ലീസ് ചൊല്ല, ആ ഓക്കെ ആക്കിയത് നല്ല വിഷയമേ ആയെങ്കും എന്നും തെല്ലിന് ഉഷാറാവണോണ്ട് ഇബ്ലീസ് ചൊല്ല. ആണ് രണ്ടാമത്തെ മോന്റെ വിളിക്കറ ഇബ്ലീസ് കേക്കട, നീ എന്തെല്ലാം നല്ല കാര്യമാക്കിയാൻ കേക്കട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ആ ഇബ്ലീസ് ആ രണ്ടാമത്തെ മോൻ ചൊല്ല, നാണിണ്ട് ജാക്കിർ വാഫി ചൊല്ലൊരാള് ഇബ്ലീസിന്റെ വിഷയത്തില് ആൾമാർക്ക് വാല്യൂ ചെന്നോണ്ടുണ്ട്. അപ്പൊ അയാളുടെ തല സ്വൈപ്പാക്കുവാൻ അതിന്റെ പോയിട്ട് രണ്ടാമത്തെ മോൻ ചൊല്ല. അപ്പൊ ആ ഇബ്ലീസ് ചൊല്ലു, ഓക്കെ നീ ആക്കിയതല്ല ശരി, അതിന് ഒന്നുകൂടി നിന്നൊരു ഡെവലപ്മെന്റ് ആവണം മെയ്യാവില്ല എന്നും തെളു ഉഷാറാവണോണ്ട് ചൊല്ല. അങ്ങനെ ഇബ്ലീസ് മൂന്നാമത്തെ മോന്റെ വിളിച്ചിട്ട് കേക്കട, നീ നിന്റെ എന്ത്ര നല്ല നല്ല കാര്യമാക്കിയാൻ കേക്കട. അപ്പൊ മൂന്നാമത്തെ മോൻ ചൊല്ല, നാനിണ്ട് കുടുംബ ബന്ധ വിച്ഛേദിക്കുകയായിട്ട് കുറെ ട്രൈ ആക്കി അങ്ങനെ ഒരു ഭാഗം ഒരു കുടുംബത്തിനാണ് വിച്ഛേദനാക്കുന്നു ട്രൈ ആക്കിട്ടപ്പോ അത് സക്സസ് ആയിട്ട് ചൊന്നിട്ടാകുമ്പോ ഈ ഇബ്ലീസ് വെച്ചോട്ട് എണിച്ചിട്ട് ഓടി വന്നിട്ട് ആ മോണ്ട് കെട്ടുപിടിച്ചിട്ട് ഷബാഷ് നീ ആടോ വാപ്പാന്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു എന്താ നീ ഒരു ആക്കി നല്ല പ്രവർത്തനമായിട്ട് ഇരിക്കുന്നുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ല. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവൂ, ഈ ഇബ്ലീസ് ലോകത്തിൽ അവന്റെ ആ ഒരു ദുർബുദ്ധി കാട്ടിട്ട് പ്രയത്നിക്കുക ഉള്ള എല്ലാ പ്രയത്നത്തിലും ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന
നല്ല കാര്യമായിട്ട് കുടുംബ ബന്ധ ചേർക്കട ചൊല്ലത്. അപ്പൊ ನಾನು ഇവിടെ വിചാരിച്ചോണ്ടുള്ളത് ഇണ്ടത്തെ ഒരു നാളില ഇബ്ലീസ് ഇണ്ടത്തെ ജാവ് എന്ത്ര മീറ്റിംഗ് ആക്കൂ, ആ ഇബ്ലീസ് ഇണ്ടത്തെ ജാവൽ എന്ത്ര മീറ്റിംഗ് ആക്കൂ, ഇണ്ടത്തെ നാല് ഫുൾ ബാഡ് ഡേ ആയിട്ടിരിക്കും ആ ഇബ്ലീസിനെ അല്ലേ, അങ്ങനെ മേലെ. അപ്പൊ അങ്ങനെ ഇണ്ടത്തെ നാളിൽ ഇബ്ലീസ് ആ മീറ്റിംഗ് ആക്കൂ. പണ്ട വർഷം ഇതേപോലെ എല്ലാ വർഷം അൽഹംദുലില്ലാ നല്ല ഡെവലപ്മെന്റ്, ഒരു വർഷത്തിലെ കണ്ട് ജന്നാമത്തെ വർഷത്തിൽ ഒരുപടി മേലല്ലാണ്ട് കീഴിലായിട്ടില്ല. ഇനിയും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ തോലും നിലനിൽക്കുന്നു. അള്ളാഹു നിലനിർത്തട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇബ്ലീസിന്റെ ഒരു പ്രയത്നം ചിലപ്പോൾ ചർച്ച എങ്ങനെയൊക്കെ പണ്ട വർഷത്തിൽ പിന്നെ ഏതെങ്കിലും ഒരു മുതിർന്ന ആൾമാരുടെ മനസ്സിൽ അതിന്റെ തലത്തിൽ കൊറോടയാക്കിട്ടാക്കുക, ചിലപ്പോ അങ്ങനെ പ്രയത്നിക്കുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞങ്ങളെ ഉടനെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾമാർ, ഇൽമു പഠിച്ച ആൾമാർ അതൊക്കെ ഒരു അവസരം കൊടുക്കില്ലാണ്ട് നക്കുറ ഉറപ്പുണ്ട്. അള്ളാഹു ഇൻഷാ അല്ലാഹ് അതുപോലെ ആക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ ഈ കുടുംബ ബന്ധ ചൊല്ലത് ലോകത്തില് സുപ്രസിദ്ധമായ എല്ലാ ആൾമാരും ഇൽമു പഠിച്ചങ്ങളെ കാറ്റഗറി ഇഷ്ടം പോലെ ഇവിടെ ധാരാളമായിട്ട് ഇവിടെ ചൊന്തു. എന്നെ ഇൽമു, അതായത് അള്ളാഹുവിന്റെ ഇൽമ അല്ലാത്ത ദുനിയാവിൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾമാർ പോലും ഈ കുടുംബ ബന്ധത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിടാറ്. ഈ ഒരു ടൈമിൽ ഒരാളുടെ നനപ്പോടും, അതായത് ലിയാനോ ബുസ്കാലിയോ കേട്ടിരിക്കുവാർന്നു. ലിയാനോ ബുസ്കാലിയെ ചൊല്ലിയ ഒരാള് അമേരിക്കത്തെ സുപ്രസിദ്ധമായ പിന്നെ ഒരു യൂണിവേഴ്സിറ്റി, അതായത് പ്രാഷുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എക്കണോമിക് എടുത്ത് കണിക്കത്തെ എക്കണോമിക്കിൽ പ്രൊഫസർ ആയിട്ട് ഇന്ന് കണിക്കത്തെ ഒരാള്, അതാണ് ലിയോ ബുസ്കാലിയോ. ആ വ്യക്തി പിന്നെ ഈ പ്രൊഫസർ ആയിട്ട് ഇന്നെങ്കും കുറെ കാലത്തിൽ പിന്നെ ഈ ഒരു ഡ്യൂട്ടി തന്നെ നിപ്പാട്ടി വെക്കുക, ഇനി വേറൊരു ഫീൽഡിൽ പോവാണ്ട് ഇയാള് ആലോചന ആക്കട്. അങ്ങനെ കുറെ ടൈമിലും ഇയാളുടെ ഡ്യൂട്ടി വിട്ടിട്ടു സ്പീച്ച് ആക്കുകയും പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സും ഇങ്ങനെ ആൾമാരെ നന്മയിലേക്ക് ക്ഷണിക്കുകയായിട്ട് ഒരു പിന്നെയുള്ള കാലഘട്ടം അങ്ങനെ ആയിട്ടിക്കിടും. പക്ഷേ ഈ മനുഷ്യർ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിൾ ആക്കി ചിലപ്പോൾ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. ലിയോ ബുസ്കാലിയോ അടിച്ചെങ്കിൽ അതിന്റെ ഇഷ്ടം പോലെ നല്ല നല്ല തോട്ട്സ് അല്ലെങ്കിൽ നല്ല നല്ല പലക്കല്ല ഇപ്പം ചിലപ്പോൾ ഗൂഗിളിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ ആ മനുഷ്യ വലിയൊരു മനുഷ്യ, വലിയ ഉദ്ധത്തെ മനുഷ്യ, ബ്ലാക്ക് പാന്റ്, ബ്ലാക്ക് ഷർട്ട്, വൈറ്റ് ഷൂട്ട്, ബൂട്ട് ഇട്ടിട്ട് ഉള്ള കാണിക്കാത്ത ഒരു മനുഷ്യ. അങ്ങനെ അയാൾ മീത്ത് സ്റ്റേജിൽ എതിർള്ള പലക്ക പറയോ ബണ്ടുണ്ടായെങ്കിൽ ഓടിയോ ബണ്ട്, വലിയ ഉദ്ധത്തെ മനുഷ്യ ഓടിയോ ബണ്ട് പലക്ക മീത്ത് സുറുവാക്കേണ്ടായെങ്കിൽ ആൾമാർ കേൾക്കുക, ആൾമാരുടെ പ്രവാഹമേ ബണ്ട് അയാളുടെ പലക്ക കേൾക്കുക. അത്രയും സുപ്രസിദ്ധമായ ഒരു വ്യക്തിത്വം, വലിയ പ്രഭാഷകൻ. അതുമാത്രല്ല ഇയാളുടെ പലക്ക കേൾക്കുകയായിട്ട് തിങ്ങലുകെട്ടിൽ മുന്നോലു ആൾമാർ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കിടാറ്. തിങ്ങലുകെട്ടിൽ മുന്നോലു ഇയാളുടെ പലക്ക കേൾക്കുകയായിട്ട് മാത്രം ആൾമാർ ക്യൂ നിൽക്കിടാറ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗത്തിലും അയാൾ ചൊല്ലിയ ഒരേ ഒരു പോയിന്റ്, ഒരേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചെങ്കിൽ കുടുംബ ബന്ധത്തെ നിങ്ങൾ ഗട്ടിപ്പിടിച്ചോളൂ. നോക്കുമല്ലോ, നിങ്ങൾ ഇൽമു പഠിച്ച ഒരാളല്ല, ഭൗതികമായ വിഷയത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് അയാൾ പോലും മനസ്സിലാക്കിയിട്ട് കുടുംബ ബന്ധത്തെ നിങ്ങൾ ഒട്ടിയെ പിടിച്ചോളൂ. അതായിട്ട് ഞങ്ങൾക്കു ഈ ദുനിയാവിൽ വിജയിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുടുംബ ബന്ധം മുറിക്കുക ഈസി, പക്ഷെ അത് ഗട്ടിയാക്കുക, അതിനെ ഒട്ടിക കൂട്ടുക വലിയൊരു കഷ്ടം. അതിൽ ഞങ്ങളെ ഈ കുടുംബത്തിലുള്ള ഹിരിയങ്ങ, പിന്നെ ചെറാക്ക, ഇബ്യാക്ക തുടങ്ങിയ എല്ലാ മഹാന്മാരും ഒരുപാട് കാലമായിട്ട് ഇതിരെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ലക അൽഹംദു വലക ശുക്ർ യാ റബ്ബ്. അല്ലാഹു എത്രയോ നന്ദി ചൊല്ലുന്നു. കാരണം അള്ളാഹു ഈ ഒരു നല്ല നന്മയിലേക്ക് ആൾമാരെ ക്ഷണിച്ചുകൊണ്ടുള്ളാറ്, കുടുംബ ബന്ധത്തിൽ കുടുംബത്തെ ഒട്ടിക്കാക്കുള്ള ഒരു പ്രയത്നമാക്കിക്കൊണ്ടുള്ളാറ്. അൽഹംദുലില്ലാ അള്ളാഹു ഇനിയും ഒരുപാട് കാലം ഇതേപോലത്തെ സംഗമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൊടുക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയും ഇതേപോലെ ഞങ്ങൾ ഈ ഒരു കുടുംബ സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഒരു പിന്നൊരു കാര്യം കൂടി നൻപാടും. അതായത് ഈ ബെലഗാവി ജാഗയില്, അതായത് ഞങ്ങളെ ഇന്നത്തെ കാലത്തില് എഡ്യൂക്കേറ്റഡ്, നാനുപാട്ട ഒരു പലക്കെ ചെന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾമാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട്. ഈ വെൽ എഡ്യൂക്കേഷൻ, അതായത് നല്ല സുശിക്ഷിതമായ ആൾമാർ, സുശിക്ഷിതരോ ചെന്നെങ്കിൽ ആറ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾമാർ ആറ്, കാലി പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത ആൾമാർ മാത്രമല്ല, പക്ഷെ അത് പഠിച്ചതുപോലെ പ്രവർത്തിക്കുന്ന ആൾമാരായിട്ട്. അതാണ് നമ്മൾ പഠിച്ചത് വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾമാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളേ. അൽഹംദുലില്ലാ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു വിശേഷം ഉള്ളത്
ബെലഗാവി ജില്ല ബെലഗാവിയിലുള്ള ഒരു ചെറിയ ഹല്ലില് ഒരു മാഷ്, സ്കൂൾ മാഷ്, അയാളുടെ മോന്റെ പഠിക്കുക അമേരിക്കത്ത് കടത്തർ. അങ്ങനെ അയാളുടെ മോന് അമേരിക്കത്തേക്ക് പോണ്ട, അമേരിക്കത്തേക്ക് പോയിട്ട് അമേരിക്കത്തില് ദീർഘമായ ഒരു 5 വർഷത്തെ എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് അവിടെ അബ്ബ ഉമ്മക്ക് ഗൊന്തില്ലാണ്ട് ഒരു മങ്ങിലായിട്ട് 5 വർഷം ಬಿಟ್ಟು 5 ವರ್ಷത്തില് ഔത്രേ അബ്ബ ഉമ്മയുടെ ഒരു ബന്ധമില്ലാണ്ട് ഇക്കടെ ഒരു ടൈമില് അബ്ബ ഉമ്മ എപ്പാ നോക്കിങ്ക അവങ്കു മേനായിട്ട് അങ്ങനെ ഓർത്തോണ്ടേ ഉള്ളാറ്, സ്വന്തം മക്കല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് 5 വർഷം ಬಿಟ್ಟು ബണ്ട് വിഷയ അബ്ബായ ഇയാൾക്ക് കിട്ടും. അങ്ങനെ 5 വർഷം ಬಿಟ್ಟು ഇയാൾ ബണ്ട് ഒരു എയർപോർട്ടിൽ ലാൻഡ് ആവും. അപ്പൊ ഈ അബ്ബായ ആൾ വന്നിട്ട് ഇയാളുടെ ഈ മോന്റെ കാത്തോണ്ടുണ്ട്. ഈ മോന്റെ ഒരു സോഫത്ത് സൈഡിൽ വെച്ചിട്ട് ഒരു പല പാന്റും ഷർട്ടും പല കാലത്തെ മനസ്സല്ലേ. അപ്പൊ ഇയാൾ ഈ മോന്റെ കാത്തോണ്ട് കയ്യിലൊരു ഗുലാബി പിടിച്ചിട്ട് ആ മോൻക്ക് ഒരു കൊസി ആവട്ടെ ഒരു വെൽക്കം ആക്കൂ, കയ്യിലൊരു ഗുലാബി പിടിച്ചിട്ട് ഇയാളുടെ കാത്തോണ്ടുണ്ട്. അങ്ങനെ ഈ മനുഷ്യ ബണ്ടത് ഈ ബാപ്പ അയാൾ കണ്ടിട്ട് അതിലൊട്ടേക്ക് പിന്നൊരാളിക്കട് അയാൾ കേക്കിട്ട് നീ ആരുടെ കാത്തോണ്ടില്ല. അപ്പൊ അയാൾ ചൊല്ലുന്ന എന്റെ മോൻ ബണ്ടയുണ്ട് 5 വർഷമായിട്ട് കാണാണ്ട്. അപ്പൊ ഒരു ബാരി കൊസിൽ ചൊല്ലുന്നത് എന്റെ മോൻ ബണ്ടത് കൊണ്ട് വെൽക്കം ആക്കുക ഒരു ഗുലാബി കൈ പിടിച്ച് കാത്തോണ്ടില്ലേണ്ട്. അങ്ങനെ ആ മോൻ ബണ്ട അങ്ങനൊട്ടേക്ക് കുറെ ഫ്രണ്ട്സ് ഇക്കിടാറ്, അങ്ങനെ വേറെ ഫ്രണ്ട്സ് ബണ്ടാറ് അവന്റെ വെൽക്കം ആക്കിടാറ്. പക്ഷെ ഈ ബാപ്പ അയാള് മോന്റെ ഡയറക്റ്റ് ആയിട്ട് കാണുക പോകണില്ല, പലക്ക പറയാൻ പോകണില്ല. പിന്നെ നോക്കുമ്പോ ഈ ബാപ്പായ ആളുടെ കാണില്ല, ബാപ്പായ വിട്ട് പോയിട്ടിക്കിട്. അങ്ങനെ പോയിട്ട് ഈ പിന്നെ അവന്റെ ഫ്രണ്ട്സ്മാരെല്ലാം ബണ്ടാറ് വെൽക്കം ആക്കിയിട്ട് സീതങ്ങ ഒരു 20 കിലോമീറ്റർ താണ്ടിട്ട് അങ്ങനെ ഹല്ലിക്ക് ഔത്തുക്ക് പോകണ്ടാറ്. ഔത്തുക്ക് പോയിട്ട് ഒരു 2 ഗണ്ട വിട്ടിട്ടു ഈ ബാപ്പായ മനുഷ്യ മെല്ലെ സൈഡിൽ നടന്നുകൊണ്ട് പണ്ട്. അപ്പൊ ആ മനുഷ്യ കേക്കിട്ട് പിന്നെ മുട്ട ഉള്ള ഒരു ആൾ കേട്ടിട്ട് നിങ്ങളല്ലേ ആ മോന്റെ നിങ്ങളെ വെൽക്കം ആക്കുവായിട്ട് കയ്യിൽ ഒരു റോസ് ഇത് പിടിച്ചിട്ട് നിങ്ങൾ നിന്നിട്ടിന്നെ, പക്ഷെ എന്തൊക്കെ നിങ്ങൾ അയാളെ സ്വീകരിച്ചിട്ടില്ല കേക്കിടും. അപ്പൊ ബാപ്പായ മനുഷ്യ ചൊല്ലു നാനും മോന്റെ കണ്ട അൽഹംദുലില്ലാഹ് നല്ല ഉഷാറിൽ ഇന്ന അവൻ നന്റെ കണ്ട, പക്ഷെ അവനൊട്ടിക്ക് കുറെ ഫ്രണ്ട്സ് ഇന്നാറ്. അങ്ങനെ ഈ ആധുനികമായ കാലഘട്ടത്തില് ജീവിച്ച എനിക്ക് താൽമാറ്. പക്ഷെ നാനും മീത്ത് ആ പഴയ മനുഷ്യൻ അങ്ങനെ പഴയ കാലത്ത് താൽമാറ് മീത്ത് നാനും അവന്റെ എതിർക്ക് പോയാണ്ടെങ്കിൽ അവനെന്താവന്ത് അവനക്ക് ബേജാറാവന്ത്. കാരണം അവന്റെ ഒരു മുഖത്തിൽ അങ്ങനത്തെ ഒരു നോട്ടം നോക്കിയതാ, റൈറ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ആ മോൻക്ക് ബേജാറവിടെ വേണ്ട. നാണ് ഈ പല കാലത്തിലുള്ള ഒരു മനുഷ്യ അയാളുടെ കണ്ടത് കൊണ്ടോട്ട് ബേജാറവിടെ വേണ്ട ചെന്നിട്ട് ജസ്റ്റ് ഞാൻ എന്താക്കിയ എങ്ങനെ അങ്ങനെ ഔത്തുക ബണ്ടല്ല. അപ്പൊ പലക്ക പറയാ വരച്ചിട്ട് എന്താക്കിയാ ഞാൻ സീത ഔത്തുക വന്ന ബസ് പത്തിട്ട് ഔത്തുക വന്നു. പക്ഷെ ഇങ്ങനെ കാറിൽ ഔത്തുക വന്നാറ്. പക്ഷെ ഞങ്ങളുടെ തിങ്ക് ആക്കണല്ലേ പലക്ക നിപ്പട്ടെ ഞങ്ങളുടെ തിങ്ക് ആക്കണ അയാൾമാർ തിങ്ക് ആക്കണ ഈ ജണ്ട് വിഷയം എന്താ ഞങ്ങളുടെ നന്റെ മനസ്സിക്ക് തോന്നി എനിക്ക് ജണ്ട് വിഷയം. ഇത്രയും കാലം ഈ മനുഷ്യ അമേരിക്കത്തിൽ പോയിട്ട് ജണ്ട് PhD എടുത്ത് പഠിച്ചതാ. എന്തൊരു ഉപകാരം ജണ്ട് PhD ജണ്ട് സർട്ടിഫിക്കറ്റ് എന്നിട്ട് എന്ത് കാര്യം. അതേപോലെ ശിക്ഷണ ഇല്ലാത്ത കണക്കത്തെ ഈ ഒരു മനുഷ്യ ആ മോൻക്ക് ബേജാറാവുകയോ തീരാ ചെന്നിട്ട് അവിടെ മെല്ലെ സ്കിപ്പായിട്ട് ഔത്തുക വന്നു. ഇവിടെ റിയൽ എഡ്യൂക്കേറ്റഡ് ആയ ആളാർ ഈ ജണ്ട് ആൾമാരിൽ റിയൽ എഡ്യൂക്കേറ്റഡ് ആയ ആളാർ ഞങ്ങൾ തിങ്ക് ആക്കണോ, റൈറ്റ്. അപ്പൊ ഞങ്ങൾ കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കുറെ PhD എടുത്തിട്ട് ഒരു കാര്യമില്ല. പഠിച്ചതനുസരിച്ചിട്ട് ജീവിക്കുക ഞങ്ങളെ ಹಿರಿಯಂಗ ഞങ്ങൾക്ക് കാട്ടിക്കൊണ്ടുള്ളാറ് എങ്ങനെ കുടുംബ ബന്ധ അഥവാ ഞങ്ങളെ സമുദായത്തൊട്ടിಗೆ ഞങ്ങളെ ഫാമിലിയൊട്ടിಗೆ കഷ്ടത്തിലുള്ള ഒട്ടിಗೆ എങ്ങനെ പെരുമാറണോ ബാപ്പ ഉമ്മൊട്ടിಗೆ എങ്ങനെ പെരുമാറണോ കൃത്യമായിട്ട് ഞങ്ങളെ ಹಿರಿಯಂಗ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളാറ്. പക്ഷെ ഈ കുറെ PhD എടുത്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിൽ എന്തൊരു ഉപകാരമുള്ളേ ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് പിന്നെ ഫാമിലിയുടെ കുടുംബത്തെ അനുസരിക്കാത്ത ഗൗരവ ഇല്ലാത്ത കണക്കത്തെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുണ്ടായെങ്കിൽ നക്ക് ചൊല്ലുള്ളത് ആ സർട്ടിഫിക്കറ്റ് കേവലം ഒരു കടലാസിര പൂള് മാത്രം. ഓക്കെ, ഇത്തരത്തിലുള്ള കടലാസിര പൂൾക്ക് മാത്രം ഞങ്ങളെ മക്കളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തീരാ. അങ്ങ് വേനായ കണക്കത്തെ കൃത്യമായ സംസ്കാരം കൂടി നിങ്ങൾ പടിവാട്ട് കൊടുക്കണു. ഇത്ര മാത്രം ചൊന്നിട്ട് എന്റെ പലക്ക നിപ്പാട്ട വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ജണ്ടായത്ത് ഓതന കൊണ്ടു ഇതിൽ നല്ല ഹാഫിദായിട്ടിരിക്കും, നല്ല ഖിറാത്തുമായിട്ടിരിക്കും. ഞങ്ങളെ അനീഫാക്ക അതേപോലെ കുഞ്ഞുമോലാദരെ അതായത് ബലമാമരെ ബലമോളു കുഞ്ഞുമോലാദ ഞങ്ങളെ പണ്ട് ചെരിയിക്കുമ്പോഴത്തേക്കു ഞങ്ങൾക്ക് എല്ലാ നിലക്കുള്ള മോട്ടിവേഷൻ അപ്പത്തെ ഞങ്ങൾ കുഞ്ഞുമോളായിട്ടിരിക്കും. ഞങ്ങൾക്ക് പിന്നെ എല്ലാ ഒരു രസകളിയായിട്ട് അപ്പ നിരക്കറിലെല്ലാം ആയിട്ട് ഇന്ന് ആ കുഞ്ഞുമോലയും അനിഫാക്കടയും മോണായിട്ടിക്കടി ഹാഫിള് ഞങ്ങളുടെ ഇപ്പൊ ഖിറാത്ത് ഓതറ്.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. آمنت بالله صدق الله العظيم. السلام عليكم ورحمة الله. جزاكم الله خير الجزاء.